രാവിലെ 5:30-ക്ക് ശേഷം കിടന്നുറങ്ങുന്നവർ ഐശ്വര്യം നഷ്ടപ്പെടുത്തും എന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയാണെന്ന് ചാണക്യൻ പണ്ട് എഴുതി വച്ചിട്ടുണ്ട്. രാവിലെ 3:30 മുതൽ 5:30 വരെയാണ് ബ്രാഹ്മ മുഹൂർത്തം. ഈ സമയത്ത് കിടന്നുറങ്ങുന്നവർ ശരിക്കും ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവർ തന്നെയാണെന്നാണ് പറയുന്നത്. അടുത്തതായി ചാണക്യൻ പറയുന്നത് രാവിലെ പല്ലു തേക്കാത്തവർ, അവരും ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാണ്. മൂന്നാമതായി പറയുന്നത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ, അവരും ഐശ്വര്യത്തെ കെടുത്തും. നാലാമതായി പറയുന്നത് മുഷിഞ്ഞ വേഷം ധരിക്കുന്നവർ, വൃത്തിയില്ലാത്ത അഴുക്ക് പിടിച്ച വൃത്തിയാക്കാത്ത വസ്ത്രം ധരിക്കുന്നവർ, അവരും ഐശ്വര്യത്തെ കെടുത്തുന്നവരാണ്. അഞ്ചാമതായി പറയുന്നത് ക്രൂരമായി സംസാരിക്കുന്നവരും ഐശ്വര്യമില്ലാതാക്കുന്നവരാണ്. മറ്റുള്ളവരോട് ദയയില്ലാതെ വളരെ മോശമായി പെരുമാറുന്നവർ. ഈ 5 കാര്യങ്ങളും മനുഷ്യരുടെ ഐശ്വര്യം കെടുത്തുന്നു, കുടുംബത്തിൻ്റെ ഐശ്വര്യം കെടുത്തുന്നു എന്നാണ് ചാണക്യൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ശരിയാണെന്ന് നമുക്കും തോന്നാറില്ലേ? മനുഷ്യൻ ന്യായമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ വിശ്വാസങ്ങളോ എഴുതി വെച്ച കാര്യങ്ങളോ ഒന്നുമല്ല. സ്നേഹവും ദയയും, വൃത്തി, മാന്യമായ സംസാരം, രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യുക, ഇതൊക്കെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ തന്നെയാണ്.